ബി.ജെ.പിയുടെ കണ്ണിലുണ്ണി എന്നാൽ സഖ്യകക്ഷികളുടെ കണ്ണിലെ കരട്. ഇരിക്കുന്ന സ്ഥാനമോ സ്ഥാനത്തിന് വിലയോ നിശ്ചയമില്ലാതെ മോദിയും കൂട്ടരും പാടുന്ന പാട്ടുകൾക്ക് വായ്ത്താരി പാടുന്ന സ്പീക്കർ. അതായിരുന്നു 17ാം ലോക്സഭയുടെ മുഖ്യാധികാരി ഓം ബിർള. മാറി മറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്പീക്കർ പദവി വലിയ ചർച്ചയാകുമ്പോൾ ബി.ജെ.പി കണ്ടെത്തിയ ഒരേയൊരു മാർഗം സ്പീക്കർ മാറ്റം വേണ്ട എന്നുള്ളതാണ്. ബി.ജെ.പിയുടെ കയ്യിലെ മഴുവായ ഓം ബിർളയെ തന്നെ ആ സ്ഥാനത്ത് നിലനിർത്തുവാനുള്ള തത്രപ്പാടിലാണ് ബി.ജെ.പി. അതിനെ പിന്നാമ്പുറത്തെ കാരണം കൂടുതൽ വ്യക്തമാക്കേണ്ടതില്ലല്ലോ. രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമായ കൂറുമാറ്റങ്ങൾ നിയന്ത്രിക്കാനുള്ള ചുമതല കൂടി കൽപ്പിക്കപ്പെട്ട ആളാണ് സ്പീക്കർ. ഈ ഓം ബിർള സ്പീക്കറായതിനു ശേഷം നിന്ന നിൽപ്പിൽ വരെ കൂറുമാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. കുത്തൊഴുക്ക് കൂടുതലും ബി.ജെ.പിയിലേക്കാണെന്നുള്ളതാണ് വസ്തുതയും. അങ്ങനെ നോക്കുമ്പോൾ ഓം ബിർളയെ തന്നെ നിലനിർത്തിയാൽ അല്ലേ ബി.ജെ.പിക്ക് ഇനിയും ആളെ വലിച്ചെടുത്ത് അംഗസംഖ്യ കൂട്ടാൻ പറ്റുകയുള്ളൂ. സ്പീക്കർ പദവിക്കായി ടി.ഡി.പി അവകാശവാദം ഉന്നയിച്ചിരിക്കെ എൻ.ഡി.എയിൽ അത് വലിയ ആശയക്കുഴപ്പമായി പെടാതിരിക്കാൻ ബി.ജെ.പി കരുതലോടെ നീങ്ങുകയാണ്. പരിഹാരമായി ഡെപ്യൂട്ടി സ്പീക്കർ പദവി ടി.ഡി.പിക്ക് വിട്ടു നൽകിയേക്കും എന്നാണ് സൂചന. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ കോൺഗ്രസും അവകാശവാദം ഉന്നയിക്കുന്നു എന്നതും ബി.ജെ.പിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാധാമോഹൻ സിംഗ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബി.ജെ.പിയിലേക്ക് എത്തിയ ബി.ജെ.ഡി സ്ഥാപകാംഗം ഭർതൃഹരി മെഹ്താബ്, ബി.ജെ.പി ആന്ധ്രാപ്രദേശ് അധ്യക്ഷ ഡി പുരന്ദേശ്വരി എന്നിവരുടെയും സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം ജൂൺ 24 മുതൽ ജൂലൈ 4 വരെയാണ് നടക്കുക. എൻ.ഡി.എ സർക്കാരിന്റെ ആദ്യ പരീക്ഷണമായിട്ടാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ കാണുന്നതും. സ്പീക്കറുടെ നിർണായക പങ്ക് കണക്കിലെടുത്ത് ബി.ജെ.പി സ്ഥാനം നിലനിർത്തുമെന്ന ഊഹാപോഹങ്ങൾ ശക്തമാണെങ്കിലും സഖ്യകക്ഷികളായ ടി.ഡി.പിക്കും ജെ.ഡി.യുവിനും ഇതിൽ വിയോജിപ്പുമുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് മറ്റൊരു തർക്ക വിഷയം. പുതിയ ലോക്സഭയിൽ ഇന്ത്യ സഖ്യത്തിലെ 234 അംഗങ്ങൾ ഉള്ളതിനാൽ പ്രതിപക്ഷ നേതാക്കൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയുള്ള വാദത്തിലാണ്. 17ാം ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത അത്ഭുതപൂർവമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ സ്പീക്കറെ തെരഞ്ഞെടുത്തതിന് തൊട്ടു പിന്നാലെ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറെ കൂടി തെരഞ്ഞെടുക്കേണ്ടതുണ്ട്.